ഹായ്, ഞാനിന്ന് വാഗമണ്ണ് വരെ പോവാ. നിങ്ങൾ വരുന്നോ? വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. വാഗമണ്ണ് പോകുന്നോർത്തൊന്നും അല്ല ഇറങ്ങിയത്. പകുതി വഴിയായപ്പം വിചാരിച്ചു എന്നാൽ നേരെ വിട്ടേക്കാം വാഗമണ്ണിനെന്ന്. അങ്ങനെ വാഗമണ്ണ് വരെ പോകാമെന്ന് വെച്ച് പോകുന്നു. ഞാൻ മുമ്പും 1-2 തവണ വാഗമണ്ണിന് പോയിട്ടുണ്ട്. പക്ഷേ എനിക്കെല്ലാ സ്ഥലമൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം പോകാത്ത ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയം കഴിയുമെന്നൊന്നും അറിയില്ല. ഇതാണ് ആ സ്ഥലം, ദ ഫേമസ് വാഗമൺ ലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെ. വാഗമൺ ടൗണിനടുത്ത് തന്നെയാണ് ഈ കിടിലൻ സ്പോട്ടുള്ളത്. 10 രൂപയാണ് ഒരാൾക്ക് ഇതിനുള്ളിലേക്കുള്ള എൻട്രി ഫീസ്. വാഹനമൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു 50 രൂപ എൻട്രി ഫീസ് എടുക്കണം. പിന്നെ ഫോട്ടോസ് എടുക്കാൻ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. ബോട്ടിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. 9 to 5:30 ആണ് ഇവിടുത്തെ പ്രവേശന സമയം. ഞാൻ ഓൾറെഡി താമസിച്ചാണ് വന്നത്. ഞാൻ ഏകദേശം 5 മണിയാകാറായി ഇവിടെ വന്നപ്പോൾ. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണ് ഈ സ്ഥലമെന്ന് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം കേട്ടോ, ഏതാ സിനിമയെന്ന്. നിങ്ങൾ വാഗമണ്ണിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും അതൊരു 1 ഡേ ട്രിപ്പ് ആവരുത്. ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ. ഞാനും വാഗമണ്ണിൽ 1 ഡേ ട്രിപ്പിന് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ ഈ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യാതെ വന്നുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ ഈവനിങ്ങിൽ ഈ സ്ഥലവും ഈ കാഴ്ചകളും ഒത്തിരി മനോഹരമായി എനിക്ക് തോന്നി. നിങ്ങൾക്കും ഈ കാഴ്ചകൾ ഇഷ്ടമായില്ലേ? വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബായ്.